നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയ സംഭവത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രസവിച്ചയുടനെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കൊന്നുകുഴിച്ചുമൂടിയ സംഭവത്തിൽ കുട്ടികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ അമ്മ അനീഷയുടെ നൂലുവള്ളിയിലെ വീട്ടുപറമ്പിൽ നിന്നും ഭവിന്റെ ആമ്പല്ലൂരിലെ വീടിന് സമീപത്തെ തോട്ടിൽ നിന്നുമാണ് കുഴിച്ചിട്ട ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പോലീസും ഫോറൻസിക് സംഘവും ചേർന്നായിരുന്നു പരിശോധന. ഇരിങ്ങാലക്കുട RDO P. ഷിബു പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മുളങ്ങന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വകുപ്പ് മേധാവി ഡോക്ടർ AK ഉന്മേഷ്, ചാലക്കുടി DYSP ബിജുകുമാർ, പുതുക്കാട് SHO മഹേന്ദ്ര സിംഹൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മുഖ്യപ്രതിയായ അനീഷയുടെ വീട്ടിലാണ് ആദ്യ പരിശോധന നടത്തിയത്. ഇവിടെ പറമ്പിൽ കുഴിച്ചിട്ട കുട്ടിയുടെ അസ്ഥികൾ കണ്ടെത്തി. രണ്ടാം പ്രതിയായി ഭവിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടിൽ നിന്ന് രണ്ടാമത്തെ കുട്ടിയുടെ അസ്ഥികളും കണ്ടെത്തി. നടപടിക്രമങ്ങളുടെ ഭാഗമായി ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുമെന്നും കണ്ടെടുത്ത അസ്ഥികൾ മരിച്ച കുട്ടികളുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു. ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്നും DNA പരിശോധന ഉൾപ്പെടെ നടത്തുമെന്നും DYSP ബിജുകുമാർ പറഞ്ഞു. ആദ്യത്തെ എക്സിബിഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള നടന്നത്. ഇവിടുന്ന് നമുക്ക് സക്സസ് ആണ്. നമ്മൾ പറഞ്ഞ പോയിന്റ് ആവശ്യമുള്ള പരിശോധനയ്ക്കുള്ള ഇതിൻ്റെ ബാക്കി ഇത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം. DNA മറ്റു നടപടി ചെയ്യും. സംഭവത്തിൽ പ്രതികളല്ലാതെ കൂടുതൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായി പോലീസിന് അറിവില്ല. അനീഷ 2 തവണ ഗർഭിണിയായതും പ്രസവിച്ചതും നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയതും ആരും അറിഞ്ഞില്ലെന്ന പ്രതികളുടെ മൊഴി പോലീസ് ഇപ്പോഴും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇത് സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും പോലീസ് പറയുന്നു. 2024 രണ്ടാമത്തെ പ്രസവം നടന്നത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം. തുടർന്ന് കുട്ടിയുടെ ഫോട്ടോ അനീഷ മൊബൈൽ ഫോണിൽ പകർത്തി സൂക്ഷിച്ചിരുന്നു. രണ്ടിടത്തും പ്രതികളെ സ്ഥലത്തെത്തിച്ചാണ് പരിശോധന നടത്തിയത്. വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ പ്രതികളെ ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. TCV ന്യൂസ്, പുതുക്കാട്.